ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോഹോ ബുക്സിലും അതുപോലെ തന്നെ സോഹോ ഇൻവെന്ററിയിലും വന്നിരിക്കുന്ന റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റിയാണ്. പർച്ചേസ് ബിൽസ് എൻ്റർ ചെയ്യുന്ന ടൈമിൽ ഒരു ഡിസ്കൗണ്ട് അക്കൗണ്ടാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സോഹോ ലൈൻ ഐറ്റം വൈസിൽ നമുക്ക് പർച്ചേസ് ഡിസ്കൗണ്ട് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് എൻഹാൻസ്ഡ് സെർച്ച് ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇനേബിൾ ചെയ്യുന്നത് വഴി സെയിൽസ് ഓർഡറോ ഇൻവോയ്സോ ബിൽസോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഐറ്റത്തിൻ്റെ ഏത് ഇവിടെ അടിച്ചു കൊടുക്കുമ്പോഴും അതിന് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റം ലിസ്റ്റ് ചെയ്ത് വരും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റം അപ്രൂവൽ എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഉണ്ട്. ഓൾറെഡി ഉണ്ടായിരുന്നത് സിംഗിൾ അപ്രൂവലും അതുപോലെ മൾട്ടി ലെവൽ അപ്രൂവലും ആയിരുന്നു. ഇപ്പോൾ നമുക്കൊരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്ത് അപ്രൂവൽ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻവോയ്സിന് ടോട്ടൽ 1 lakhന് മുകളിൽ പോകുന്ന സമയത്ത് ഇന്ന പേഴ്സണാണ് അത് അപ്രൂവ് വേണ്ടതെന്നുള്ളൊരു ക്രൈറ്റീരിയ വെച്ച് നമുക്ക് ഇപ്പം അപ്രൂവൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഹോ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫീച്ചർ നോക്കാം, റീപ്ലനിഷ്മെൻറ്റ്. നമ്മുടെയൊക്കെ ബിസിനസ്സിൽ പലപ്പോഴും സ്റ്റോക്ക് അഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആകാം, അല്ലെങ്കിൽ ഓവർ സ്റ്റോക്കിംഗ് ആവാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇന്ന് ബിസിനസ്സിൽ വരാനുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായിട്ടാണ് സോഹോ റീപ്ലനിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവഴി നമുക്ക് മാനുവൽ ആയിട്ടുള്ള സ്റ്റോക്ക് ഹാൻഡ്ലിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് ഒഴിവാക്കാനായിട്ട് പറ്റും. എല്ലാം ഇനി ഓട്ടോമേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് സോഹോയിൽ റീഓർഡർ ലെവൽ എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്. നമ്മൾ ഓരോ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമുക്കൊരു റീഓർഡർ ലെവൽ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മളൊരു 5 ക്വാണ്ടിറ്റീന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് 5 ക്വാണ്ടിറ്റി റീച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇമെയിലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ റീഓർഡർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മാനുവലായിട്ട് ഒരു പി ഒ ക്രിയേറ്റ് ചെയ്തിട്ട് വെണ്ടർക്ക് കൊടുത്ത് ആ ഐറ്റം നമ്മൾ പിന്നെയും സ്റ്റോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടാണ് സോഹോ റീപ്ലനിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഫീച്ചറിൽ സംഭവിക്കുന്നത് നമുക്കൊരു ഐറ്റത്തിൻ്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി അതുപോലെ മാക്സിമം ഓർഡർ ക്വാണ്ടിറ്റിയും ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു റീഓർഡർ ലെവലും കൊടുക്കാം, റീഓർഡറിൻ്റെ ഇൻ്റർവെല്ലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മളൊരു പ്രിഫേർഡ് വെണ്ടറിനെയും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് റീഓർഡർ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പം സോഹോ ഓട്ടോമാറ്റിക് ആയിട്ട് റീപ്ലനിഷ്മെന്റ് എന്ന് പറയുന്ന മോഡ്യൂളിന്റെ അണ്ടറിൽ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അക്കൗണ്ടൻസിന് ഇത് വളരെ ഈസി ആയിരിക്കും. അവർ റീപ്ലനിഷ്മെന്റ് എന്ന് പറയുന്ന മോഡ്യൂളിൽ കയറി നോക്കുന്ന സമയത്ത് ഏതൊക്കെ ഐറ്റംസ് ആണ് റീഓർഡർ ലെവലിൽ എത്തിയെന്ന് കാണാം. അവിടുന്ന് തന്നെ നമുക്ക് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും സോഹോ തരുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ നമ്മുടെ ബിസിനസ്സിൽ വളരെയധികം ടൈം സേവ് ചെയ്യാനും നമ്മുടെ സെയിൽസിന്റെ ഗ്രോത്തിനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. സോഹോ ഇൻവെന്ററിന്റെ ഒരു ഫീച്ചറാണിത്. ഇത് അവൈലബിൾ ആവുന്നത് എന്റർപ്രൈസ് പ്ലാനിലാണ്. ഇത് എനേബിൾ ചെയ്യാനായിട്ട് നമ്മൾ സെറ്റിംഗ്സിൽ ഐറ്റംസ് എന്നുള്ളതിൽ വരിക. നമ്മൾ ലാസ്റ്റിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് റീപ്ലനിഷ്മെന്റ്സ് ഒന്ന് കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മളിത് ഇനേബിൾ എന്നുള്ളത് കൊടുക്കുക. അതുപോലെ നമ്മൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതെന്നുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേയും കൂടെ കൊടുക്കുക. ഇപ്പം നമ്മൾ 20 days കൂടുമ്പോഴാണ് ഇത് ചെയ്യുന്നതെങ്കിൽ 20 എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് സേവ് ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐറ്റത്തിൻ്റെ ഓവർവ്യൂ പേജിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ക്രിയേറ്റ് റീപ്ലനിഷ്മെന്റ് എന്ന് കാണാനായിട്ട് പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്രിഫേർഡ് വെണ്ടറാണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പി ഒ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഏത് വെണ്ടറിനാണ് ഈ പി ഒ മോസ്റ്റ് പ്രോബബ്ലി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വെണ്ടർ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം റീഓർഡർ ലെവലാണ് നമ്മൾ കൊടുക്കേണ്ടത്. എത്ര ക്വാണ്ടിറ്റിയിൽ റീച്ച് ആവുന്ന സമയത്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു റീപ്ലനിഷ്മെന്റിന്റെ ടാസ്ക് ക്രിയേറ്റ് ആവേണ്ടതെന്നുള്ളതാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ 5 ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇനി മാക്സിമം സ്റ്റോക്ക് ലെവൽ എത്ര സ്റ്റോക്ക് വരെ നമുക്കിത് മാക്സിമം കീപ്പ് ചെയ്യാന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ 500 ക്വാണ്ടിറ്റിയാണ് മാക്സിമം കീപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതുപോലെ നമ്മൾ ഈ വെണ്ടറിൻ്റെ അടുത്ത് നിന്ന് മിനിമം ആയിട്ട് ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി 10 ക്വാണ്ടിറ്റി നമ്മൾ മിനിമം ഓർഡർ ചെയ്യണം. അതുപോലെ നമ്മൾ മാക്സിമം 100 ആണ് ഇയാളുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് ഒരു ബില്ലിൽ. അതുപോലെ നമുക്ക് യൂണിറ്റ് മൾട്ടിപ്പിൾ ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ദെൻ ഫ്രീക്വൻസി എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് നമ്മളിത് ഓർഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ 5 days കൊടുക്കുന്ന സമയത്ത് 5 days കൂടുമ്പോൾ സമയത്ത് തന്നെ ഇത് ചെക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ടാസ്ക് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ സേവ് ചെയ്യുന്നു. ഇനി സംഭവിക്കുന്നത് ഈ ഒരു സിസ്റ്റം നമ്മുടെ സ്റ്റോക്കിനെ അടുത്തതായിട്ട് സംഭവിക്കുന്നത് സോഹോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്റ്റോക്കിന് വാലിഡേറ്റ് ചെയ്യും. നമ്മുടെ റീഓർഡർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻവെന്ററിന്റെ അണ്ടറിൽ റീപ്ലനിഷ്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ടാസ്ക് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതുപോലെ എൻ്റെ ഈ ടെസ്റ്റ് എന്നുള്ള ഐറ്റത്തിന് റീഓർഡർ ലെവൽ ഞാൻ 5 ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മാക്സിമം സ്റ്റോക്ക് 100 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ നമുക്ക് സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് ഐറ്റത്തിൽ പോയിട്ട് നമുക്ക് സ്റ്റോക്ക് നോക്കാം. ഇതിൻ്റെ സ്റ്റോക്ക് ഇപ്പം 0 ആണ്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് ആയിട്ട് റീപ്ലനിഷ്മെന്റിന്റെ അണ്ടറിൽ ഒരു ടാസ്ക് ക്രിയേറ്റ് ആയി വന്നേക്കുന്നത്.
ഇപ്പോൾ ടാസ്ക് ക്രിയേറ്റ് ആവുന്ന സമയത്ത് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ എന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രിഫേർഡ് വെണ്ടറിന് ഈ ഒരു ഐറ്റം നമ്മൾ ഇത്രയും നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ അവർക്ക് പി ഒ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് പി ഒ സേവ് ചെയ്യാം. ദെൻ അവർക്ക് നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും. ഇനി ഇതുപോലെ ഒരു ടാസ്കും കൂടിയുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു റീപ്ലനിഷ്മെന്റ് എന്നുള്ള ടാസ്ക് നമുക്ക് ഡിസ്മിസ് ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള റീപ്ലനിഷ്മെന്റിന്റെ ഹിസ്റ്ററി ഇവിടെ കാണാനായിട്ടും പറ്റുന്നുണ്ടാവും. ഈ ഒരു ടാസ്കും കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ റീഓർഡർ ലെവൽ റീച്ച് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്ട് ചെയ്യും, റീപ്ലേസ്മെന്റ് ടാസ്ക് ക്രിയേറ്റ് ചെയ്യും. അതുവഴി നമുക്ക് നമ്മുടെ വെണ്ടറിന് പി ഒ കൊടുക്കാനും പറ്റുന്നുണ്ടാവും. നമ്മൾ ഇതുപോലെ മാനുവലായിട്ട് ഓരോ പ്രൊഡക്റ്റും റീഓർഡർ ലെവലിൽ റീച്ച് ചെയ്തൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യം ഇനി ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ടാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ആ പ്രോസസ്സ് ഇവിടെ ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.